ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 34. യയാതു ധർമ്മകാമാർത്ഥാൻ ധൃത്യാധാരയതേർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സാ പാർത്ഥരാജസി. വിവർത്തനം. അല്ലയോ അർജുന, ഏതൊരു നിശ്ചയം കൊണ്ടാണോ മനുഷ്യൻ ധർമ്മം, അർത്ഥം, കാമം എന്നിവയെ സ്വീകരിക്കുന്നത്, അവയിലുള്ള അത്യാസക്തി കൊണ്ട് ഫലാകാംക്ഷിയായിത്തീരുന്നത്, ആ നിശ്ചയം രാജസമാകുന്നു. ഭാവാർത്ഥം. മതപരവും സാമ്പത്തികവുമായ മേഖലയിൽ ഫലോദിഷ്ട കർമ്മങ്ങളിൽ വ്യാപൃതനും ഇന്ദ്രിയ സന്ദർപ്പണത്തിൽ മാത്രം സുഖം കണ്ടെത്തുന്നവനും മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ എന്നിവയെ ഈ വിധത്തിൽ വ്യാപരിപ്പിക്കുന്നവനും രാജസഗുണത്തിൽ വർത്തിക്കുന്നു. ശ്ലോകം 35. യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധാ ധൃതി സാ പാർത്ഥ താമസി. വിവർത്തനം. അല്ലയോ കുന്തിപുത്ര, സ്വപ്നം, ഭയം, വ്യസനം, വിഷാദം, മദം എന്നിവയ്ക്ക് അതീതമല്ലാത്ത ബുദ്ധിശൂന്യമായ നിശ്ചയം തമോ ഗുണത്തിലുള്ളതാണ്. ഭാവാർത്ഥം. സാത്വിക സ്വഭാവിയായ ഒരാൾ സ്വപ്നം കാണുകയില്ലെന്ന് അനുമാനിക്കരുത്. ഇവിടെ സ്വപ്നമെന്ന വാക്ക് ആവശ്യത്തിലധികമായ ഉറക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വഭാവം താമസമാകട്ടെ, രാജസമാകട്ടെ, സാത്വികമാകട്ടെ, എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണുന്നത് സ്വാഭാവികമായി ഉള്ളതാണ്. ആവശ്യത്തിലേറെ ഉറങ്ങുകയോ ഭൗതിക സുഖഭോഗങ്ങളിൽ അഭിമാനം കൊള്ളുകയോ ഈ ലോകത്തിൽ അധീശാവകാശം സ്ഥാപിക്കാമെന്ന് കിനാവു കണ്ട് അതിനുവേണ്ടി മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയെ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്നവരുടെ ധൃതിയാണ് താമസം. ശ്ലോകം 36. സുഖം ത്യുദാനീം ത്രിവിധം ശൃണു മേ ഭരതർഷഭ അഭ്യാസാത്ര മദേയത്ര ദുഃഖാന്തം ച നിഗച്ഛതി. വിവർത്തനം. ഹേ ഭരതർഷഭ, ബദ്ധനായ ജീവാത്മാവ് ആസ്വദിക്കുകയും ആ ആസ്വാദനത്തിലൂടെ ചിലപ്പോൾ സകല ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്ന സുഖത്തെപ്പറ്റി ഇനി പറയാം. ഇത് 3 വിധത്തിലുണ്ട്. ഭാവാർത്ഥം. ബന്ധനസ്ഥനായ ആത്മാവ് വീണ്ടും ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കാൻ ഇച്ഛിക്കുന്നു. അങ്ങനെ ബദ്ധാത്മാവ് ചവച്ചതിനെ തന്നെ വീണ്ടും ചവയ്ക്കുന്നു. അങ്ങനെയുള്ള ആസ്വാദനത്തിന് ഇടയിൽ ചിലപ്പോൾ ഒരു മഹാത്മാവുമായുള്ള സമ്പർക്കത്താൽ ആ ആത്മാവ് ഭൗതികതയുടെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടിയെന്നു വരാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു ബദ്ധജീവാത്മാവ് ഇന്ദ്രിയ സുഖലബ്ധിക്കായുള്ള ഏതെങ്കിലും പ്രവൃത്തിയിൽ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് വെറും ഒരാവർത്തനം മാത്രമെന്ന് സജ്ജന സമ്പർക്കത്തിലൂടെ ബോധ്യപ്പെടുമ്പോഴാണ് തൻ്റെ യഥാർത്ഥമായ കൃഷ്ണാവബോധത്തിലേക്കുള്ള ഉണർവുണ്ടാകുന്നതും സുഖമെന്ന് പറയപ്പെടുന്ന ഈ വ്യർത്ഥമായ ആവർത്തനത്തിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടുന്നതും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.